ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കല്യാണി പ്രിയദർശന്റെ ലോക എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടത്തെക്കുറിച്ചാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തോടെ 265 കോടി കളക്ഷൻ മറികടന്ന് 268 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് ലോക എത്താനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ഇതോടെ മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് ലോക മാറാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്നത്തോടെ എമ്പുരാൻ എന്ന ലാലേട്ടൻ സിനിമയുടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ലോക മറികടക്കാനായിട്ട് ഒരുങ്ങുന്നത്. 265 കോടി 50 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. ഇന്നത്തോടെ 24-ാം ദിവസത്തെ കളക്ഷനോടെയാണ് ലോക എന്ന സിനിമ ആ കളക്ഷൻ മറികടക്കുന്നത്. ഇതോടെ ഈ വർഷം മലയാള സിനിമ 2 തവണ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലും 2018 ആണെങ്കിലും അനിമൽ ബോയ്സ് ആണെങ്കിലും ആ സിനിമകൾ റിലീസ് ചെയ്ത സമയത്ത് ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളായിരുന്നു. എന്നാൽ ഈ വർഷം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇതുപോലെ ഒരു സിനിമയല്ല 2 സിനിമകൾ വീതമാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റെക്കോർഡ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ ഒരു വളർച്ച ഏത് ലെവലിലേക്ക് എത്തുന്നുവെന്ന് വ്യക്തമാകുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ ചില പ്രമുഖരെല്ലാം തന്നെ ഇവിടെ വലിയ താരങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവകാശവുമായിട്ട് എത്തിയെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു റെക്കോർഡും അവരൊന്നും തന്നെ നേടിയെടുത്തിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മലയാള സിനിമയുടെ ഒരു വളർച്ച ഏത് ലെവലാണ് എന്ന് ലാലേട്ടനും കല്യാണി പ്രിയദർശനും വീണ്ടും ഒരിക്കൽ കൂടി കാണിച്ചു വന്നിരിക്കുന്നു. ഇന്ന് മലയാള സിനിമയ്ക്ക് 2 അഭിമാന മുഹൂർത്തങ്ങളാണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് ലോകയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡാണെങ്കിൽ മറ്റൊന്ന് ലാലേട്ടനെ തേടി ഇന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എത്തിയിരിക്കുകയാണ്. വരുന്ന സെപ്റ്റംബർ 23-ാം തീയതി നാഷണൽ അവാർഡ് വിതരണ ചടങ്ങിൽ വെച്ച് ലാലേട്ടൻ ആ അവാർഡ് നേടിയെടുക്കാനായിട്ട് വാങ്ങാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ കാത്തിരിക്കും ഇതുപോലുള്ള മോളിവുഡിന്റെ വളർച്ചയും നേട്ടങ്ങളും കേൾക്കുവാനായിട്ട്.